എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഫ്രീഡം ഉണ്ടാവുക കാര്യത്തിൽ കൂടുതൽ റിസ്ക് ഉണ്ടാവും. ഇത് ഞാൻ എത്ര വർക്ക് ചെയ്യണോ അതിനനുസരിച്ച് എൻ്റെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. എന്തോരം പേർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഹായ്, നമ്മൾ പുതിയൊരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം ടോപ്പിക്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും കയറി കാണേണ്ടതാണ്. ജോബ് വേഴ്സസ് ബിസിനസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാനാണ് താല്പര്യം. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലോട്ടൊരു ഇത് വന്നാൽ തന്നെ ഞാൻ ബിസിനസ് തന്നെ ചെയ്യും. ബിക്കോസ് ഞാൻ ഒരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് അവരുടെ പ്രഷറും നമ്മുടെ മാനസികാവസ്ഥയും ഇങ്ങനൊരു സാലറീഡ് ആയിട്ടുള്ള ആളായിട്ട് തുടരാൻ താല്പര്യമില്ല. എങ്ങനെയാണെങ്കിലും ഫ്യൂച്ചറിലോട്ടൊരു ബിസിനസ്സിൻ്റെ ഇത് തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് താല്പര്യം ബിസിനസ് ചെയ്യാനായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് അത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു ബിസിനസ്സാണെങ്കിൽ നമുക്ക് ഒരു കഴിവുള്ള ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വന്നാലും നമുക്ക് നമ്മുടെ ഒരു ലൈഫ് ബെറ്ററാക്കി എടുക്കാനും നമ്മുടെ എന്താ പറയണേ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിപ്പോകാനും സാധിക്കും. അതുകൊണ്ട് ഞാൻ ബിസിനസ്സിനോടാണ് അനുയോജിക്കുന്നത്. സോ എനിക്കൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ബിസിനസ്സായിട്ടാണ് ചൂസ് ചെയ്യുള്ളൂ. കറൻ്റ്ലി ഞാൻ ഇപ്പോൾ വർക്കിംഗ് ആണ്. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാനിപ്പോൾ വീട്ടിൽ കുറച്ച് ഫിനാൻഷ്യൽ ട്രബിൾസ് ഉള്ള കാരണം ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യാനാണ്. ഒരു 1 year 2 year വർക്ക് ചെയ്തിട്ട് കുറച്ച് ഇത് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങാനുള്ള പ്ലാനിലാണ്. എന്താ ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഞാൻ എത്ര വർക്ക് ചെയ്യണോ അതിനനുസരിച്ച് എൻ്റെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ഗ്രോത്ത് എനിക്ക് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. കാരണം അത് അവരുടെ ഓവർ സിസ്റ്റം, അവരുടെ വാല്യൂ, അവരുടെ കൾച്ചർ അതിനനുസരിച്ചായിരിക്കും. പക്ഷെ എൻ്റെ ബിസിനസ്സിൽ ഞാൻ എത്ര എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് റിട്ടേൺ കിട്ടും. സോ കറൻ്റ്ലി ഞാനിപ്പോൾ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ മുദ്ര ലോൺ ഓഫർ ചെയ്യുന്നുണ്ട്. ഏകദേശം 12 lakh വരെ കൊളാട്രൽ ഫ്രീ ലോൺ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ നമ്മളെപ്പോലെ യങ്ങായിട്ടുള്ള എല്ലാവർക്കും ഈ കൊളാട്രൽ ഫ്രീ ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് ഗ്രോത്തിനനുസരിച്ച് ലോൺ അവർ കൂടുതൽ തരും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്നും നമ്മളെ ഒരു മെഷീൻ റീപ്ലേസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതുപോലെ നമുക്കിപ്പോൾ എല്ലാവർക്കും കുറച്ച് ടൈമല്ലേ ഉള്ളൂ ഈ ലൈഫിൽ. സോ ഒരു ഷോർട്ട് ടൈമിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനും നമ്മുടെ ലൈഫ് കുറച്ച് ബെറ്റർ ആക്കാനും ബിസിനസ് ഈസ് ഓൾവേസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വർക്കിലൊക്കെ തുടങ്ങിക്കോളൂ. കാരണം കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടാക്കിയിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. സോ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് പിന്നെ എന്തായാലും ഒരു ബിസിനസ്ക്ക് അങ്ങോട്ട് പോകും. പിന്നെ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കുറേ ഫെയിലാവും. കാരണം എല്ലാവരും അവരുടെ ഒരു സ്കില്ലോ ഒരു നോളേജ് ഇല്ലാതെയാണ് നമ്മൾ ബിസിനസ്ക്ക് പോവുക. സോ ഫസ്റ്റ് തന്നെ എല്ലാ നോളേജും വേണമെന്നില്ല. സോ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ. കാരണം ഞാൻ 2 ബിസിനസ് തുടങ്ങിയിട്ടുള്ള അത് നമ്മളൊരു 6 മാസം ഏകദേശം നടത്തി നിർന്നു പോയി. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. കൊറോണ ടൈം തുടങ്ങിയതാണ്. സോ അതിൽ ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ നമുക്ക് സ്കില്ല് നമ്മൾ ബിസിനസ് തുടങ്ങുന്നതനുസരിച്ച് നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ചെറിയൊരു ബേസ് ഒരു സ്കിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ തുടങ്ങാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കാലത്തിൽ ശരിക്കും ജോലിക്കാരെ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് മന്തിൽ തന്നെ എല്ലാ കമ്പനികളിലും എത്രയോ തൗസൻഡ്സ് ഓഫ് ആൾക്കാരെയാണ് പുറത്താക്കിയേക്കണത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇനി എന്തെങ്കിലും പഠിച്ച് വെറുതെ ഒരു കമ്പനി കയറി ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ വെച്ച് ശരിക്കും പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല അത് വർക്കാവുന്നു. പിന്നെ ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും ഇനി നമ്മുടെ അടുത്ത് ഒരു സർവീസിന് വേണ്ടി വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്.
ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ഈ എൻജിനീയർ ആയാലും എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഒരു പേര് വരുത്താൻ പറ്റുകയാണെങ്കിൽ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിസിനസ്സാണ് അടിപൊളി. കാരണം ഒരാളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട, പിന്നെ നമ്മുടെ എഫേർട്ടും സമയത്തിനും കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുക. നമ്മുടെ എന്ത് ഐഡിയ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ബെനിഫിറ്റും എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടും കിട്ടണം നമുക്ക് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഫ്രീഡം ഉണ്ടാവുക കാര്യത്തിൽ, കൂടുതൽ റിസ്ക്കും ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലി തന്നെയാണ് നല്ലത് ബിസിനസ്സിനെക്കാട്ടും കൂടുതൽ. കാരണം അതിൻ്റെ പുറകെ കിടന്ന് ഓടണ്ട. നമുക്ക് ഇപ്പോൾ ഒരു ബേസിക്കലി ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ സാലറി കിട്ടും, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബിസിനസ് ആണെങ്കിൽ നമ്മളതിൻ്റെ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പേരെടുത്ത് തണ്ടണം, ബാങ്കിൽ കയറി ഇറങ്ങണം. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബിസിനസ് എപ്പോഴാണ് ഒരു ഡൗൺ ഉണ്ടാവുക അപ്പ് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. സാലറി ആണെങ്കിൽ നമുക്കൊരു ബേസിക്കായിട്ട് ഒരു പേ കിട്ടുന്നുണ്ട്. പക്ഷെ വേറൊരു രീതി പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ല അങ്ങനെയല്ല. ബിസിനസ് ഇപ്പോൾ ക്ലിക്കായി കഴിഞ്ഞാൽ ക്ലിക്കായെന്ന് പറയാം, ഇല്ലെങ്കിൽ പോയി എന്തോരം പേര് ഇപ്പോൾ ബിസിനസ് നടത്തിയിട്ട് ഫെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എന്നാലും കുറേ പേര് തോൽവിയുണ്ട്, അവരുടെ സങ്കടവും കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥിരം ജോലി എന്നോട് അപ്പോൾ അയാൾ ക്ലിക്കായതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി. പക്ഷെ എല്ലാവരും ക്ലിക്ക് ആവണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊരു അതിനൊരു പൊട്ടൻഷ്യൽ വേണം, അതിന് നമുക്കൊരു മനക്കെട്ടി വേണം. അങ്ങനെയുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. അങ്ങനെ വേണമെങ്കിൽ പറയാം. എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. കുറേ പേര് ഇപ്പോൾ നമ്മളെന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അവർ പറയും അത് ശരിയാവില്ല, അങ്ങനെ കുറേ നെഗറ്റിവിറ്റി പറയും. ഇപ്പോൾ സൊസൈറ്റി തന്നെ അധികം അങ്ങനെയാണ് ആൾക്കാർ. ഇപ്പോൾ ഞാനൊരു ഇടയ്ക്ക് ബിടെക് കഴിഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ബിടെക് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നീ ജോലിക്ക് വേണ്ടി ബിസിനസ്സിലേക്ക് ഇറങ്ങി ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മളടുത്ത് ബിടെക് വേറൊരു വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യണേക്കാളും എപ്പോഴും ബെറ്റർ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങി നമ്മൾ ഓൺ പ്രോപ്പർട്ടി, അതായത് ഓൺ സംഭവം നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി സമയം കളഞ്ഞ് അവർക്ക് വേണ്ടി ചിലവ് ചെയ്ത് അവർക്കാണ് പ്രോഫിറ്റ് കിട്ടണത്. പക്ഷെ നമ്മൾ ഓൺ പ്രോപ്പർട്ടിക്ക് നമ്മളിപ്പോൾ ബിസിനസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഫേമോ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ആ എഫേർട്ട് നമുക്ക് വേണ്ടിയാണ് ഇറക്കണം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റും ബെനിഫിറ്റും നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാവുന്ന ഒരു കാര്യമുള്ളൂ, എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുക. അല്ലാതെ ഫ്യൂച്ചർ എന്താവും, ഇപ്പോൾ നമ്മൾ എന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് വിജയിക്കില്ല അങ്ങനെ ചിന്തിച്ച കാര്യമില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് വിജയിക്കും എന്നുള്ള രീതിയിൽ ഇറങ്ങുക, അപ്പോൾ എല്ലാം റെഡിയാവും. തിങ്ക് പോസിറ്റീവ്, അതാണ് ഒറ്റൊരു വേർഡ് എനിക്ക് പറയാനുള്ളൂ. ജോബാണോ ബിസിനസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് ജോബാണ്, ചിലവർക്ക് ബിസിനസ്സാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ളത് രണ്ട് കൂട്ടർക്കുണ്ട്. അപ്പം പിന്നെ പറയാം, ജോബ് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എത്രയാണെങ്കിലും പിന്നെയും നമുക്ക് ഇതിൻ്റെ സ്ട്രെസ് ഇത് വന്നുകൊണ്ടിരിക്കും. പിന്നെന്താ അതിൻ്റെ ഓരോ ബുദ്ധിമുട്ട് വരും. ബിസിനസ്സാണേലും എല്ലാത്തിനും ഒരു മൈൻഡ് സെറ്റ് വേണം. ഇപ്പോൾ ജോബ് ചെയ്യണേലും ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും രണ്ടിനും ഒരു മൈൻഡ് സെറ്റ് വേണം. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടും സക്സസ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഏതിൽ വർക്ക് ചെയ്തു അതിൽ വർക്ക് ചെയ്യുന്നു ഇതിൽ വർക്ക് ചെയ്യുന്നു, അല്ല ഇന്ന ബിസിനസ് അല്ല വേറെ ബിസിനസ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിലൊരു മൈൻഡ് വേണം. പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ട് വേണം, അല്ലേ? ഫണ്ട് വേണം, എന്നാലേ ഏത് മുമ്പോട്ട് പോകത്തുള്ളൂ.